നമ്മൾ ഇവിടെയുള്ള സുഹൃത്തുക്കളാണ്. അപ്പോൾ നമ്മൾ ഈച്ചനെ എടുക്കാനുള്ള പരിപാടി നോക്കുകയാണ്. രാജമൽ മെഷീനൊക്കെ സെറ്റ് ചെയ്ത് കയറിക്കൊണ്ടിരിക്കുന്നത്. ഷൂ പ്രശ്നമാണോ അത്? അത് അത്യാവശ്യം ഹൈറ്റുള്ള തെങ്ങ് തന്നെയാണ്. രാജമൽ ഇതാ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഈച്ചൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈച്ചനെ നമ്മൾ ഇളക്കുമ്പോൾ സമീപവാസികളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഓലൊക്കെ നമ്മൾ പരമാവധി മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആർക്കും കുത്തു കൊള്ളാത്ത രീതിയിൽ അത് ഇവിടുന്ന് എടുത്ത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് അജ്മലിപ്പോൾ ഈ തേനീച്ചൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ നിന്ന് കയ്യെത്തുന്ന ദൂരെ തന്നെയാണ്. പക്ഷെ എങ്കിലും റിസ്ക്കാണ്. തെങ്ങിൻ്റെ മട്ടലായതുകൊണ്ട് ഒക്കെ കൂടുതൽ അടുത്തൊക്കെ നിന്ന് എടുക്കാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട്. എന്താക്കും നോക്കാം നമ്മൾ. രാജമലിപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി പുക അടിച്ച് തേനീച്ചനെ ഒഴിവാക്കി കൊണ്ടിരിക്കുകയാണ്. പാടം പൂർണ്ണമായിട്ട് അവിടെ നമുക്ക് മുറിച്ച് മാറ്റേണ്ടതുണ്ട്. എങ്കിലേ ഈച്ച ഇവിടുന്ന് ഒഴിഞ്ഞു പോകും. അപ്പോൾ അതിനുള്ള നടപടികളാണ് നമ്മൾ ചെയ്യുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു കൂട് തന്നെയാണ്. ഈച്ചകളിപ്പം കൂട്ടത്തോടെ ഇളകിയിട്ടുണ്ട്. ആ ഈച്ച ഉള്ള ഓല വെട്ടി മാറ്റുകയാണ്. ഇപ്പോൾ ഏതാണ്ട് കൈകൊണ്ട് അരിയാൻ പാകത്തിനുള്ള കോലത്തിൽ എത്തിയിട്ടുണ്ട്. ഈ ഓല മടക്കി നമ്മളെടുത്ത് പിന്നെ ഇനി ഈച്ചൻ്റെ അട മൊത്തമായിട്ട് അരിഞ്ഞിട്ട് ഒഴിവാക്കി എടുക്കണം. സീസൺ അവസാനിച്ചുകൊണ്ടാണ് തേന് കുറച്ച് കുറവാണ്. എങ്കിലും കുറച്ച് കാണുന്നുണ്ട്. വാജിമൽ അടയൊക്കെ അരിഞ്ഞെടുത്ത് എങ്ങനെ താഴോട്ടിട്ടല്ലേ? ഇട്ടോ അട താഴോട്ട് പോയിരുന്നു. അടയൊക്കെ നമ്മൾ അറുത്ത് മാറ്റിയത് കൊണ്ട് ഈച്ച ഇന്ന് തന്നെ ഇവിടുന്ന് കൂട് ഒഴിഞ്ഞ് പോകുന്നതാണ്. കാരണം ഈ അട മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഈച്ച അവിടെ പിന്നെ താമസം ഉണ്ടാകാറില്ല. അടുത്ത സ്ഥലം നോക്കി അവർ വനമേഖലയിലേക്കോ അങ്ങനെ എവിടെയെങ്കിലും താമസം മാറുകയാണ് ചെയ്യുക.